തനിക്കൊന്നേ. എന്താ സാർ? ഇക്കാര്യം വേറെ ആരും അറിയരുത്, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അത് ശരിയാണോ സാറേ? എടോ, അവന്റെ കാര്യത്തിൽ ശരിയാ. അവനൊരു ഗുണ്ടയാണ്. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവനെ കൊടുക്കാൻ കിട്ടിയൊരു അവസരം ഇത്. അത് ഞാൻ കൈവിട്ട് കളയത്തില്ല. ഡേ, നിങ്ങളിത് ആരോടും പറയരുത്. നമ്മൾ സഹപ്രവർത്തകരല്ലേ. എന്റെ ഹെൽപ്പ് നിങ്ങൾക്ക് വേണ്ടി വരും. സത്യം ആരോടും പറയരുത്. സർ, SI സാർ അന്വേഷിക്കില്ലേ? അപ്പൊ സത്യം അറിയില്ലേ? കാറിന്റെ ബ്രേക്ക് പോയിട്ടില്ലെന്നേ അവൻ കള്ളം പറഞ്ഞത്. എന്നെ അപകടപ്പെടുത്താൻ അവൻ മനഃപൂർവ്വം ശ്രമിച്ചാണെന്ന് ഞാൻ SI സാറിനോട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം അത് വിശ്വസിച്ചിട്ടുമുണ്ട്. ഇനി അവൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്നേ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ശരി സാറേ. ഇവന് പോലീസ് ബുദ്ധിയല്ല, ക്രിമിനൽ ബുദ്ധിയാ. ആരോടും പറയാതിരിക്കുന്നതാ നല്ലത്. ഇവനെ പിണക്കിയ പ്രശ്നമാണ്. എനിക്കെല്ലാം മനസ്സിലായി. ഇതിവൻ കള്ളക്കഥ ഉണ്ടാക്കി പറയാ രവിയേട്ടാ. കുടിച്ച് ബോധമില്ലാതെ കാർ ഓടിച്ച് ആ പോലീസുകാരന്റെ ബൈക്കിൽ കൊണ്ട് ഇടിച്ചതാ. ചന്ദ്ര, ഒന്ന് നിർത്ത്. ഇത് കേട്ടപ്പോ തന്നെ എന്റെ ശരീരം മുഴുവൻ വിറച്ചിരിക്കുക. അവനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ചന്ദ്രൻ, ഞാൻ അവനെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഏയ്, സച്ചിൻ രേവതിയും കള്ളം പറയില്ല. അവരെനിക്ക് നല്ല വിശ്വാസ. റോട്ടിലൂടെ പോകുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ചാ അവൻ കാർ ഇടിച്ച് നിർത്തിയേ. എന്റെ സച്ചി, അവനെക്കുറിച്ച് എനിക്കറിയാം. നിന്റെ മോനുണ്ടല്ലോ സുധി, അവനാ ഇത് സംഭവിച്ചിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നോ? ഇപ്പോ അവർ രണ്ടാളും വല്ലാത്തൊരവസ്ഥയിലാ. നല്ല രണ്ട് വാക്ക് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കേണ്ടതിന് പകരം ഇങ്ങനെ കുത്തുവാക്ക് പറയാ വേണ്ടേ? നീ ഒരു അമ്മയാണോ ചന്ദ്രേ? രവിയേട്ടാ, ഞാനത് കേറിപ്പോ ചന്ദ്രേ. പോവാനല്ലേ പറഞ്ഞേ? സച്ചി, നീ വിഷമിക്കാതിരിക്കേ. നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ. അച്ഛാ, അവരെന്റെ കാറ് പിടിച്ചെടുത്തു. ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ എങ്ങനെ ജോലി ചോദിച്ചാ? ഓഹോ, അപ്പൊ ഇനി കാർ ഓടിക്കാൻ കഴിയില്ല. ജോലി ഇല്ലാതായല്ലേ? ചന്ദ്രേ, നിന്റെ ഭാഗത്ത് ഒരു തെറ്റില്ലല്ലോ. പിന്നെ എന്തിനാ ലൈസൻസ് ക്യാൻസൽ ചെയ്യുമെന്ന് പറയുന്നത്? ഞാൻ രാവിലെ സ്റ്റേഷനിലേക്കല്ല, ഞാൻ ആ സാറിനോടൊന്ന് സംസാരിക്കാം. അച്ഛൻ സ്റ്റേഷനിലൊന്നും പോകണ്ട. അദ്ദേഹത്തോട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. SI സാറിന്റെ വീട്ടില് ഞാൻ പൂവെടുക്കാൻ പോകാറുണ്ട്. സാറിനെ എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഒന്ന് കണ്ട് സംസാരിച്ച് നോക്കാച്ചാ. കാർ വിട്ടുതരില്ല, ലൈസൻസ് ക്യാൻസൽ ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ നിങ്ങൾ എന്നോട് പറ. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. നിന്റെ ഭാഗത്ത് തെറ്റില്ലാത്തടത്തോളം കാലം നീ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ധൈര്യമായിട്ടിരിക്കുന്നേ, എല്ലാം ശരിയാവും. സച്ചേട്ടാ, അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ? സച്ചേട്ട വിഷമിക്കില്ലേ? ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. എന്തു പറ്റി? എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഞാനുമായിട്ട് ഉടക്കുള്ള ഒരു ഗുണ്ടയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ? ആ, അവനെ ഞാൻ നല്ലൊരു പണി കൊടുത്തു. നിങ്ങൾ തല്ലിയോ?
ഏയ് തല്ലിയിട്ടൊന്നുമില്ല. അതിനേക്കാളും വേദന ഉണ്ടാവുന്നൊരു പണിയാ ഞാൻ കൊടുത്തത്. അവനെ ഞാൻ ജയിലിലേക്ക് പറഞ്ഞയക്കും. അയ്യോ പാവം. പാവോ അവനോ? കൊള്ളാം. അവനെ കൊടുക്കാനായിട്ടൊരു കാരണം നോക്കി നടക്കായിരുന്നു ഞാൻ. ഇന്ന് അവനായിട്ട് ഒരു കാരണം ഉണ്ടാക്കി എന്റെ മുമ്പിൽ വന്ന് ചാടി. ഇനി കുറച്ചു കാലത്തേക്ക് അവന്റെ ശല്യം ഉണ്ടാവത്തില്ല. അല്ല അരുണേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ശേ, ഒതുക്കേണ്ടവരെ ഒതുക്കി നിർത്തണം ദേവു. അങ്ങനെയാ ഞാൻ ശീലിച്ചത്. അരുണേട്ടാ ദേവു, നീ കിടക്കുന്നില്ലേ? ദാ വരുന്നു അമ്മേ. അമ്മ വിളിക്കുന്നു. നാളെ കാണാം. ഗുഡ് നൈറ്റ്. ആ, ഓ ഗുഡ് നൈറ്റ്. അതേന്ന് ഒരെണ്ണെടുത്ത് തരണേ. ഇതല്ല നല്ലതാ. ആ തന്നേക്ക്. നല്ല പൂ നോക്കി എടുക്കണേ. എങ്ങനെ ചിരിക്കുന്നേ? ചിലതൊക്കെ കാണുമ്പോഴേ ചിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ രവിയേട്ടാ. അല്ല, അങ്ങനെയൊക്കെ ചിരിക്കാൻ മാത്രം അവിടെ എന്താ നടക്കുന്നേ? ദേ നോക്ക്. ഇതിലെന്താ ഇത്ര ചിരിക്കാനുള്ളേ? രേവതി പോള് മാല കെട്ടണം നീ ആദ്യമായിട്ട് കാണാണോ? അവള് മാല കെട്ടുന്നത് ആദ്യമായിട്ടല്ല കാണുന്നത്. പക്ഷെ അവളുടെ കെട്ടിയവൻ മാല കെട്ടാൻ സഹായിക്കുന്നത് ആദ്യമായിട്ടാ കാണുന്നത്. അവൻ സഹായിച്ചപ്പോ എന്താ? അതിലിത്ര ചിരിക്കാനൊന്നുമില്ല. ഉണ്ട്. അവനിപ്പോ ജോലിയും കൂലിയും ഒന്നുമില്ല. അവന്റെ ലൈസൻസ് ഉടനെ ക്യാൻസൽ ചെയ്യും. ഇനി അവന് വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ദേ പൂക്കാരി അവനെ പൂ കെട്ടാൻ പഠിപ്പിക്കുക. ആ പഠിപ്പിക്ക് പെട്ടെന്ന് പഠിപ്പിക്ക്. നീയേ വലിയ മുതലാളിയല്ലേ. അവനെ പഠിപ്പിച്ച് നിന്റെ അസിസ്റ്റന്റ് ആക്കാനല്ലേ നിന്റെ പ്ലാൻ? ആ നിന്റെ എല്ലാ കാര്യത്തിലും അസിസ്റ്റന്റ് ആക്കിക്കോ. പൂ കെട്ടാനും പൂ കൊണ്ട് കൊടുക്കാനും അടുക്കള ജോലി ചെയ്യാനും തുണി അലക്കാനും എന്ന് വേണ്ട സകല ജോലിയും ഇവനെ കൊണ്ട് ചെയ്യിക്കണം. ഇവന് പിന്നെ ജോലിയും വരുമാനവും ഒന്നും ഇല്ലാത്തോണ്ട് നീ പറയുന്ന കേട്ട് നിന്നെ അനുസരിച്ച് ഇവിടെ കഴിഞ്ഞോളും. എന്താണോ നീ ആഗ്രഹിച്ചത് അതാണിപ്പോ നടക്കുന്നത്. സന്തോഷായോ നിനക്ക്? എന്തൊക്കെയാ ചന്ദ്രേ നീ പറയുന്നേ? അമ്മ പറയട്ടെ അച്ഛാ. ഇങ്ങനെയൊക്കെ പറയുമ്പോ അവർക്ക് മനസ്സിനൊരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇവൻ ഇനി കാർ എടുക്കാനൊന്നും പറ്റില്ല. ഇനിയിപ്പോ ഇവൻ ഇവിടെ കിടന്ന് ഇവളുടെ കീഴില് നിർത്ത. എന്ത് പറഞ്ഞാലും അത് കേട്ട് നിൽക്കുമെന്ന് വിചാരിക്കല്ലേ. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒന്ന് പോടി അവിടുന്ന്. ഒന്ന് നിന്നെവിടെ. എന്റെ കീഴിൽ ജോലി ചെയ്ത് ജീവിക്കേണ്ട ഗതികേട് സച്ചേട്ടനില്ല. എന്നെ ഒന്ന് സഹായിച്ചു. അതിന് എന്തൊക്കെയായിരുന്നു പറഞ്ഞേ? ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും ജോലിയിൽ സഹായിക്കുന്നതേ സാധാരണയാ. അതുകൊണ്ട് ഒരാൾ മറ്റൊരാളുടെ അടിമയാവോ? ഇദ്ദേഹത്തിന് ഇപ്പൊ ജോലിയും കൂലിയൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? സച്ചേട്ടൻ ഒരിക്കലും ജോലിയില്ലാതെ വീട്ടിലിരിക്കേണ്ടി വരില്ല. പോലീസുകാർ പിടിച്ചെടുത്ത ഇദ്ദേഹത്തിന്റെ കാറേ ഈ രേവതി തിരിച്ചു വാങ്ങിക്കും. ഇദ്ദേഹത്തിന്റെ ലൈസൻസും ക്യാൻസൽ ചെയ്യാൻ പോകുന്നില്ല. ഇന്ന് അമ്മ എവിടെയും പോകരുത്. ആ കാർ എടുത്ത് ഞങ്ങൾ വരുന്നത് കാണാൻ അമ്മ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവണം. സച്ചേട്ടാ, എന്നെ സഹായിക്കണമെന്ന് ഞാൻ സച്ചേട്ടനോട് പറഞ്ഞോ? എന്തിനാ എന്റെ കൂടെ വന്നിരിക്കുന്നേ? കളിയാക്കാനും ഇടിച്ചു താഴ്ത്താനും അവസരം നോക്കി ഇരിക്കുക ചിലര്. അതിന് നമ്മളായിട്ട് ഇട കൊടുക്കണ്ട. ഇങ്ങതാ സച്ചേട്ടൻ, ഇങ്ങ് വന്നേ. ഇങ്ങ് വരാൻ. നിങ്ങളിങ്ങനെ മിണ്ടാണ്ട് വായടച്ചു നിന്നോ.
ആ അഹങ്കാരിയുടെ നാവിന്റെ നീളം കൂടിക്കൂടി വരിക. എന്റെ കൈതരിക്കുന്നുണ്ട്. അവള് പറഞ്ഞത് ഇത്തിരി കുറഞ്ഞു പോയോന്ന് എനിക്കിപ്പോ സംശയം. ഏ നിനക്കുള്ള മറുപടി അത്രയും പോരായിരുന്നു. ലൈസൻസ് ക്യാൻസലാക്കുന്നുള്ള ടെൻഷനിലവൻ. അതിനിടയില നെഞ്ചിൽ തീ കോരിയിടുന്ന പോലുള്ള നിന്റെ പരിഹാസം. എന്താ യന്ത്രി ഇതൊക്കെ? നീ ഒരു അമ്മയല്ലേ, അവൻ നിന്റെ മോനല്ലേ? കഷ്ടം തന്നെ. ഞാൻ അമ്മയും അല്ല, അവൻ എന്റെ മോനും അല്ല, അവൾ എന്റെ മരുമോളും അല്ല. അവൾ എന്നെ വെല്ലുവിളിച്ചിരിക്കുക. വണ്ടിയായിട്ട് വരുമത്രേ. വന്നത് തന്നെ. അത് കാണണം എനിക്ക്. എന്താ മേഡം, എന്താ വേണ്ടത്? എനിക്ക് SI സാറിനെ ഒന്ന് കാണണമായിരുന്നു. സാറ് വന്നിട്ടില്ലല്ലോ. എപ്പോ വരും? കുറച്ച് കഴിയും. വല്ല പരാതിയും കൊടുക്കാനാണെങ്കിൽ എഴുതി തന്നിട്ട് പൊയ്ക്കോളൂ. അല്ല സർ, നേരിട്ട് കണ്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. എങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ. അവിടെ ഇരുന്നോളൂ. സാറേ. ആ സാറോ? സാറെന്താ വന്നേ? ലീവ് സാങ്ഷൻ ആയില്ലേ? സാങ്ഷനായി. ഞാൻ വെഹിക്കിൾ ഡയറി ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാ. സാർ വന്നില്ലേ ഇന്ന്? ഇല്ല, ഇപ്പൊ വരും. ഓ, സാറിന് കൈക്ക് എങ്ങനെയുണ്ട്? വേദനയുണ്ടോ? ആ വലിയ കുഴപ്പമില്ല. സാർ ഇരിക്കേ. ആ വേദനയൊക്കെ ഉണ്ടോ? എന്തായാലും ഒരു 10-15 ദിവസം കഴിഞ്ഞേ ഡ്യൂട്ടിയിൽ കയറാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കഷ്ടകാലം വരുന്ന ഓരോ വഴിയേ. അരുൺ സാറ് കാരണമാണ് ഇത് പറ്റിയത്. ആ കാറിന്റെ ഡ്രൈവർ അപ്പോഴേ പറഞ്ഞതാ കാറിന് ബ്രേക്കില്ല, എടുക്കരുതെന്ന്. അരുൺ സാർ അത് ചെവിക്കൊണ്ടില്ലെന്നേ. എന്നോട് കാർ എടുത്ത് അത് സ്റ്റേഷനിൽ എത്തിക്കാൻ പറഞ്ഞു. ഞാൻ കാർ എടുത്തപ്പോഴേ എനിക്ക് പന്തികേട് മനസ്സിലായി. ഒരു മൺകൂനയിൽ കൊണ്ട് ഇടിച്ചപ്പോൾ കാർ നിന്നു. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. സാറിന് കൂടുതലൊന്നും പറ്റാത്തത് ഭാഗ്യം. അരുൺ സാറ് ഇത് ആരോടും പറയരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാനിത് രതീഷിനോടായോണ്ടാ പറഞ്ഞത് കേട്ടോ. സാറിത് SI സാറിനോടൊന്നും പറഞ്ഞേക്കല്ലേ. ഏയ് പേടിക്കണ്ട, ഞാൻ പറയില്ല. ആ ഡ്രൈവറുടെ ലൈസൻസേ എങ്ങനെയെങ്കിലും ക്യാൻസൽ ചെയ്യണമെന്നുള്ള വാശിയില്ല അരുൺ സാറ്. അതെ, എന്ത് ചെയ്യാനാ, പാവം ആ ഡ്രൈവർ. ഫോൺ അടിക്കുന്നു, നോക്കട്ടെ. ആ ഒരു മിനിറ്റേ. ഹലോ സർ, ഞാൻ സ്റ്റേഷനിലെത്തി. ഇല്ല, സാറ് വന്നിട്ടില്ല. ഞാൻ സാറിനെ കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. ഇറങ്ങുമ്പോൾ വിളിക്കാം സർ. ഓക്കെ. സർ, ആരാ? എന്താ? സാർ ഓടിച്ച കാറിന് ബ്രേക്ക് ഇല്ലായിരുന്നു അല്ലേ? അതാണ് സത്യം അല്ലേ? താനെന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? താനാരാ? സാർ ഓടിച്ച കാറിന്റെ ഓണറും ഡ്രൈവറുമായ സച്ചിയുടെ ഭാര്യ ഞാൻ. അരുൺ സാറും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ പ്രശ്നമുണ്ട്. മനസ്സിൽ വൈരാഗ്യമുണ്ട്. സച്ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയാ അരുൺ സാറൊക്കെ ശ്രമിക്കുന്നത്. സച്ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയാ അരുൺ സാറൊക്കെ ശ്രമിക്കുന്നത്. താൻ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സാർ എന്താ ഒന്നും അറിയാത്ത പോലെ പറയുന്നേ? സാറ് സംസാരിക്കുന്ന ഞാൻ കേട്ടിരുന്നു.
സർ, സച്ചേട്ടൻ മനഃപൂർവ്വം അരുൺ സാറിന്റെ ബൈക്കിൽ കൊണ്ട് ഇടിച്ചതല്ല. ബ്രേക്ക് പോയതുകൊണ്ട് ഇടിച്ചതാ. സാറിനും അത് അറിയാവുന്നല്ലേ? ഈ കാര്യം സാറ് എസ് ഐ സാറിനോടൊന്ന് പറയണം. സാറ് എസ് ഐ സാറിനോട് ഈ സത്യം പറഞ്ഞാൽ സച്ചേട്ടന്റെ പേരിൽ കേസ് എടുക്കില്ല, കാറും വിട്ടുകൊടുക്കും, ലൈസൻസ് ക്യാൻസലും ചെയ്യില്ല. സാർ ഒന്ന് ഞങ്ങളെ സഹായിക്കണം. താൻ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. വെറുതെ ശല്യപ്പെടുത്താതെ പോ. സർ, പ്ലീസ് സർ, സച്ചേട്ടന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അത് സാറിനും അറിയാവുന്നല്ലേ? തെറ്റ് ചെയ്യാത്ത ഒരാളെ ശിക്ഷിക്കാൻ കൂട്ടു നിൽക്കരുത് സർ. സാർ ഒന്ന് സത്യം പറയണം. എന്ത് സത്യം? എനിക്കൊന്നും അറിയില്ല. സർ, ഞാൻ പറയുന്ന അതെ, കുറെ സമയം ആയല്ലോ. എന്താ ഈ കിടന്ന് പറയുന്നത്? എന്തിനാ ഇദ്ദേഹത്തെ ശല്യപ്പെടുത്തുന്നേ? താൻ പോയി പുറത്ത് നിൽക്ക്. എസ് ഐ സാർ വരുമ്പോ വന്നാ മതി. സർ, സത്യം എന്താന്ന് ഇദ്ദേഹത്തിന് അറിയാം. അത് ഇദ്ദേഹം തന്നെ പറഞ്ഞതാ. താൻ പുറത്ത് നിന്ന് നിൽക്ക്, പറഞ്ഞേക്ക്. ഇവളിത് എസ് ഐ സാറിനോട് പറയോ? അവള് പറഞ്ഞ അരുൺ സാറ് വേണ്ട രീതിയിൽ ഇടപെട്ടുള്ളൂ. എന്തായാലും പെട്ടെന്ന് വെഹിക്കിൾ ഡയറി ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവാം. ആ ഡ്രൈവറുടെ ലൈസൻസേ എങ്ങനെയെങ്കിലും ക്യാൻസൽ ചെയ്യണമെന്നുള്ള വാശിയിലായിരുന്നു സാറ്. അതെ, എന്ത് ചെയ്യാനാ, പാവം ആ ഡ്രൈവർ. ആ ചേച്ചി, ഞാനേ കുറച്ച് ലേറ്റ് ആവും. ഒരു മണിക്കൂറാവും. ആ, പൂവൊക്കെ റെഡിയാ? ആ ശരി ചേച്ചി. നീ എന്തിനാ വന്നേ? ഞാൻ എസ് ഐ സാറിനെ കാണാൻ വന്നതാ. ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആരെ കണ്ടിട്ട് കാര്യമൊന്നും തോന്നുന്നില്ല. നീ ഇവിടേക്ക് വരേണ്ടിയിരുന്നില്ല. അങ്ങനെയല്ല സച്ചേട്ടാ, ഞാൻ വന്നതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായി. എന്ത് കാര്യം? ആക്സിഡന്റ് ആയ സമയത്ത് സച്ചേട്ടന്റെ കാറെടുത്ത ഒരു സാറില്ലേ, ആ സാറ് നടന്നതെന്താന്ന് പറയുന്നത് ഞാൻ കേട്ടു. കഷ്ടകാലം വരുന്ന ഓരോ വഴിയേ. അരുൺ സാറ് കാരണമാണ് ഇത് പറ്റിയത്. ആ കാറിന്റെ ഡ്രൈവർ അപ്പോഴേ പറഞ്ഞതാ കാറിന് ബ്രേക്കില്ല, എടുക്കരുതെന്ന്. ഞാൻ കാർ എടുത്തപ്പോഴേ എനിക്ക് പന്തികേട് മനസ്സിലായി. ഒരു മൺകൂനയിൽ കൊണ്ട് ഇടിച്ചപ്പോൾ കാറ് നിന്നു. അരുൺ സാറ് ഇത് ആരോടും പറയരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാനിത് രതീഷിനോടായോണ്ടാ പറഞ്ഞത് കേട്ടോ. അപ്പൊ എല്ലാരും ചേർന്നുള്ള കളിയാ. എന്റെ ഊഹം തെറ്റിയില്ല. ഹലോ, ആ പറഞ്ഞോ. ആ